SFI നേതാക്കൾ ഉൾപ്പെട്ട വ്യാജ മാർക്ക് ലിസ്റ്റ്, വ്യാജരേഖ വിവാദങ്ങൾ CPM-നെ പ്രതിരോധത്തിലാക്കി. SFI-യെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥ. മുൻ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ദിവസങ്ങൾക്കു ശേഷം അറസ്റ്റ് ചെയ്യേണ്ടി വന്നു പോലീസിന്. വ്യാജരേഖാ കേസിൽ കുടുങ്ങിയ മുൻ SFI നേതാവ് K. വിദ്യയുടെ PhD-യും വിവാദത്തിൽ. ആ തീയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ നിഷേധിക്കണോ? എന്തിനും ഞാൻ തയ്യാർ. ഏറ്റെടുത്ത കുഴപ്പമെന്താ? ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ അവര്. അയ്യോ എന്നാത് വേണ്ട, നിഷേധിക്കാം. SFI-യിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നിട്ടുള്ള സംഘടനയാണ്. അതിൽ പലരും ഉണ്ടാവും. വിദ്യ എവിടെയെന്ന് അന്വേഷിക്കാതെ പോലീസിന്റെ ഒളിച്ചുകളി. എത്ര കൊതിച്ചിട്ടും കാണാൻ വയ്യല്ലോ, കണ്ടില്ലെന്നാലും കാണാമറയത്തവളില്ലേ. ഒരു ഒളിവിൽ കഴിയുന്ന ഒരു മുൻ SFI-കാരിനെ 13 ദിവസമായിരുന്നു പോലീസിന് കിട്ടി. സഖാക്കളുടെ സംരക്ഷണയിൽ ഇരുന്നാൽ പോലീസിന് തൊടാൻ പറ്റുമോ? രണ്ടാഴ്ച മുങ്ങി നടന്ന വിദ്യ ഒടുവിൽ പിടിയിൽ. കള്ളം പോലീസിനെ പിടിച്ചേ. സ്പീക്കർ AN ഷംസീറിന്റെ മിത്തു പരാമർശത്തിൽ ഒരു സുവർണ അവസരം BJP-യും സംഘപരിവാരങ്ങളും കണ്ടെത്തിയെങ്കിലും കത്തിയില്ല. നാമജപവുമായി NSS-ഉം രംഗത്തിറങ്ങി. സ്പീക്കറുടെ വിശദീകരണത്തോടെ വിവാദം കെട്ടടങ്ങി. മനുഷ്യന്റെ ശരീരവും ആനയുടെ മുഖവുമുള്ള ഗണപതിയാണ്. ഇങ്ങനെയുള്ള സയൻസിന്റെ സ്ഥാനത്ത്, ശാസ്ത്രത്തിന്റെ സ്ഥാനത്ത് മിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഹിന്ദു വിരുദ്ധത എക്കാലവും പ്രകടിപ്പിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആ ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കാൻ പുതിയൊരവസരം കണ്ടെത്തിയിരിക്കുകയാണ്. നോക്കൂ മാഷേ, ഒരു വലിയ വിശ്വാസ സമൂഹം നിങ്ങളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. NSS ഈ കാര്യങ്ങളിലെല്ലാം ശക്തമായ നിലപാട്, വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അതിനെതിരെ പ്രതികരിച്ചത് ഹൈന്ദവ ജനതയുടെ ചങ്കിന് തറച്ചിരിക്കുകയാണ്. സ്പീക്കർ രാഷ്ട്രീയമല്ലോ പറഞ്ഞത്, ശാസ്ത്രമല്ലേ പറഞ്ഞത്. ശാസ്ത്രം പറയാൻ പാടില്ല എന്നാലും പറഞ്ഞിട്ടോ. അല്ല, ശാസ്ത്രം ഗണപതിയുടെ മേളിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു രീതി അത് ശരിയല്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ സയന്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശ്വാസികളെ ഹർട്ട് ചെയ്യുക? ഷംസീറിനെ പറയാൻ വേറെ എന്തെല്ലാം വിഷയമുണ്ട്, എന്തിനാ പാവം ഗണപതിയെ പിടിക്കുന്നത്? വിശ്വാസി സമൂഹത്തിനെതിരല്ല ഞാൻ. ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം. എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഹൈന്ദവ ജനതയോട് മാപ്പ് പറയണം എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. അതിനകത്ത് മാപ്പ് ജയം പറയൂല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന മാസപ്പടി വിവാദം നിയമസഭയിലും രാഷ്ട്രീയ ആരോപണമായി കത്തിപ്പടർന്നു. ഏതു മാസപ്പടി, എന്തു മാസപ്പടി എന്ന് CPM പ്രതിരോധത്തിന് വന്നെങ്കിലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം മറുപടിയാക്കി. മുഖ്യമന്ത്രിയുടെ മകൾ T. വീണ CMRL കമ്പനിയിൽ നിന്ന് മാസപ്പടി പറ്റിയെന്ന് ആരോപണം. വീണില്ല, കാലൊന്ന് തട്ടി, അതല്ല വീണ. മറുപടി പറയണം. മറുപടി പറയിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഒരു പ്രമുഖ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ നൽകിയ പണമാണ് ഇതെന്ന് കണ്ടെത്തിയാണ് അവർ ഡിസലോ ചെയ്തത്. ആ പ്രമുഖ വ്യക്തി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പ്രതിപക്ഷത്തെ ഒരു MLA എന്ന നിലയിൽ ഞാൻ ആരോപിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഉന്നയിക്കുന്നു. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ആകാശത്ത് എന്തെങ്കിലും കിട്ടുക, എന്നിട്ട് വീണ ഇതിന്റെ പിന്നിലുണ്ട്, പിണറായി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞു കിടക്കുന്നതിനൊക്കെ മറുപടി പറയലാണോ? വീണ വിജയന് വേണ്ടിയിട്ടുള്ള ഈ CPM-ന്റെ ഇടപെടൽ ആരെ രക്ഷിക്കാനാണ്? നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയുടെ മകളോടും കുടുംബത്തോടും എല്ലാമുള്ള വൈരം തീർക്കാൻ വേണ്ടി ഏതോ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടും വെച്ചിട്ട് കളിക്കായി കുറേ ദിവസമായിട്ട്. തർക്കശാസ്ത്രപരവും യുക്തിഭദ്രവുമല്ലാത്ത അസ്പദൃശ്യമായ സംശയങ്ങൾ ഉന്നയിക്കരുത്, മിണ്ടരുതെന്ന്. പോളണ്ടിനെ കുറിച്ച് മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞ പോലെ മാസപ്പടിയെ കുറിച്ച് മിണ്ടിപ്പോരുതെന്നാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നും മറച്ചു വെക്കാനില്ല, എന്ത് വേണമെങ്കിലും പരിശോധിക്കാം. തൃക്കാക്കരയ്ക്ക് പിന്നാലെ പുതുപ്പള്ളിയിലും കോൺഗ്രസ് ഉജ്ജ്വല വിജയം കണ്ടപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിലെ നേട്ടം UDF സ്വന്തമാക്കി. ഉമ്മൻചാണ്ടിയുടെ മരണം സൃഷ്ടിച്ച വൈകാരികത തരംഗമായപ്പോൾ LDF-ന് വോട്ട് ചോർച്ചയുടെ നഷ്ടം. BJP-ക്ക് കെട്ടിവെച്ച കാശും പോയി. ഹാട്രിക് തോൽവിയുടെ ഷോക്കിൽ ജെയ്ക് സി തോമസ്. മന്ത്രി VN വാസവന്റെ ബൂത്തിലും സ്വന്തം ബൂത്തിലും നിലം തൊട്ടില്ല.
എല്ലാം തകർത്ത് തരിപ്പണമാക്കിയല്ല. ഉമ്മൻചാണ്ടി കൈവശം വെച്ചൊരു മണ്ഡലം ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ അത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായവും. അതെ, എന്നൊരു വരി ഊതരുത്. ഞങ്ങൾക്കറിയാം ഈ സഹതാപ തരംഗത്തിന് നല്ല സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണെന്ന്. വിഷമിക്കണ്ടോ, താൻ ചെറുപ്പമല്ലേ, ഇനി അവസരമുണ്ട് ഒരുപാട്. ഒരു സ്വീപ്പ് ഔട്ട് ഉണ്ടായിരിക്കുന്നു, അതായത് ട്രെൻഡിംഗ് ആയ ഒരു സ്വീപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നാലും തോൽവി തന്നെയാണ്. 15,000 വോട്ട് സ്വന്തം പെട്ടിയിൽ നിന്ന് ചോർന്നു പോയിട്ട് അത് അടിത്തറയില്ലെന്ന് എങ്ങനെയാ പറയുന്നത്? പുതുപ്പള്ളിയിൽ നിലം തൊടാനാകാതെ BJP ആകെ കിട്ടിയത് 6554 വോട്ടുകൾ മാത്രം. കെട്ടിവെച്ച കാശും പോയി. ഞാനൊന്ന് കണ്ടോട്ടെ, എന്നെ കാണിക്കില്ലേ? എനിക്കൊന്ന് കാണണം, ഞാനൊന്ന് കണ്ടോട്ടെ. കാണാൻ ഇത്രയേ ഉള്ളൂ.